നമസ്കാരം. നിലവിൽ പാകിസ്ഥാന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന സിന്ധ് പ്രദേശം നാളെ വീണ്ടും ഇന്ത്യയുടെ ഭാഗമായേക്കാം എന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന ഇപ്പോൾ വലിയ ദേശീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക പരാമർശം വന്നത് എന്നെടുത്തു പറയണം. സിന്ധി സമാജ് സമ്മേളൻ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സിന്ധ് പ്രദേശം ഇന്ത്യയുടെ പുരാതന സാംസ്കാരിക ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്നതാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. 1947 വിഭജനത്തിനു മുൻപ് സിന്ധ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. വിഭജന ശേഷമാണ് അത് പാകിസ്ഥാന്റെ ഭാഗമായത്. BJP നേതാവായ LK അദ്വാനിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ നിലപാടിന് ശക്തി നൽകി. സിന്ധി ഹിന്ദുക്കൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ തലമുറയിലുള്ളവർ സിന്ധ് ഇന്ത്യയിൽ നിന്ന് വേർപെട്ടതിനെ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനെയായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ. സിന്ധു നദിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും രാജ്നാഥ് സിംഗ് സംസാരിക്കുകയുണ്ടായി. സിന്ധിലെ പല മുസ്ലിങ്ങളും പോലും സിന്ധു നദിയുടെ ജലത്തെ മക്കയിലെ ആബ് ഇ സംസം പോലെ പവിത്രമായി കണക്കാക്കിയിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് സിന്ധിന്റെ മണ്ണ് ഇന്ത്യയുടെ ഭാഗമല്ലായിരിക്കാം, എന്നാൽ നാഗരികതയുടെ കാര്യത്തിൽ സിന്ധ് എപ്പോഴും ഇന്ത്യയുടെ ഭാഗമായിരിക്കും. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾക്ക് മാറ്റം വരാം. നാളെ സിന്ധ് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തില്ലെന്ന് ആർക്കറിയാം. ഇങ്ങനെയായിരുന്നു പ്രതിരോധ മന്ത്രി ചോദ്യരൂപേണ പറഞ്ഞത്. ലോകത്ത് എവിടെ താമസിച്ചാലും സിന്ധിലെ ജനങ്ങൾ എന്നും ഇന്ത്യയുമായി കുടുംബ ബന്ധം നിലനിർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കാൻ മറന്നില്ല. ഇതിനു മുമ്പ് പാക് അധീന കശ്മീർ തിരികെ പിടിക്കാൻ ഇന്ത്യ ആക്രമണം നടത്തേണ്ടി വരില്ലെന്നും അവിടുത്തെ ജനങ്ങൾ തന്നെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുമെന്നും അദ്ദേഹം ഒരിക്കൽ, അതായത് മൊറോക്കോയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഈ പ്രസ്താവനകൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അവകാശവാദങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന ദീർഘവീക്ഷണമാണ് വ്യക്തമാക്കുന്നത്. പാക് അധീന കശ്മീരിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രകടിപ്പിച്ച ദൃഢവിശ്വാസം രാജ്യത്തിന്റെ അതിർത്തി നയങ്ങളിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടുകയാണ്. ഈ പ്രദേശം തിരികെ പിടിക്കാൻ ഇന്ത്യക്ക് ഒരു ആക്രമണവും നടത്തേണ്ടി വരില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രാധാന്യം നേടുന്നതാണ്. പാകിസ്ഥാന്റെ കൈവശമുള്ള കശ്മീർ തിരികെ കൊണ്ടുവരാൻ സൈനിക ബലം ഉപയോഗിക്കേണ്ട ആവശ്യം ഇന്ത്യക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ഇന്ന് അവിടെയുള്ള അധിനിവേശക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം തീവ്രമായി ആവശ്യപ്പെടുന്നുണ്ട്. അതായത് POK ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യാൻ അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം തന്നെ മതിയാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. സൈനിക നടപടിക്ക് പകരം ജനകീയ മുന്നേറ്റത്തെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയെയും ആശ്രയിച്ചുള്ള ഒരു തിരിച്ചുപിടിക്കലാണ് ഇന്ത്യ ഇവിടെ ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാന്റെ അധീനതയിലുള്ള ഈ പ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുമ്പോൾ ഈ പ്രസ്താവന പാകിസ്ഥാന് ഒരു കനത്ത താക്കീതാണ്. ജനവികാരത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു പ്രദേശത്തെ എന്നേക്കുമായി കൂടെ നിർത്താൻ കഴിയില്ല എന്ന സന്ദേശമാണ് രാജ്നാഥ് സിംഗിന്റെ വാക്കുകളിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്നത്. ഈ സന്ദേശം POKയിലെ ജനവികാരം ഇന്ത്യക്ക് അനുകൂലമായി മാറിയെന്നതിന്റെ ശക്തമായ സൂചന കൂടിയാണ്. എന്തായാലും പാകിസ്ഥാന് കാര്യങ്ങൾ ഇപ്പോൾ അനുകൂലമല്ല, ഇനി അങ്ങോട്ട് അനുകൂലമാവുകയുമില്ല.